പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ മാറിയ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഡിസൈൻ ഫാക്ടറി എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഹിരോഷിമ ഡേയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നാം തയ്യാറാക്കി കഴിഞ്ഞു. ഈ പോസ്റ്ററിലേക്ക് ഒരു ലോഗോ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ലോഗോയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഈ ലോഗോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 6 വൃത്തങ്ങളാണുള്ളത്. വ്യത്യസ്തമായ കളറോട് കൂടിയിട്ടുള്ള, നേരിയ കളർ വ്യത്യാസത്തോട് കൂടിയിട്ടുള്ള 6 വൃത്തങ്ങൾ. ആ വൃത്തത്തിന് മുകളിലായി ഒരു ഡോവ്, ഒരു പ്രാവ്, വെള്ള നിറത്തിലുള്ള ഒരു പ്രാവ്, ഇലയോട് കൂടിയ മരച്ചില്ലയുമായി പറന്നു പോകുന്ന രീതിയിലുള്ള ഒരു ലോഗോ ആണ് തയ്യാറാക്കേണ്ടത്. ഈ ലോഗോ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെയാണ് ഈ ലോഗോ തയ്യാറാക്കുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി ഇലയോട് കൂടിയ മരച്ചില്ലയാണ് തയ്യാറാക്കേണ്ടത്. മരച്ചില്ല തയ്യാറാക്കുമ്പോൾ ആദ്യം അതിൻ്റെ സ്റ്റെമ്മ് തയ്യാറാക്കേണ്ടതുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെമ്മാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനായി ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ടൂളാണ് നാം ഉപയോഗിക്കുന്നത്. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലൈൻ, നേരിയ ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് അല്പം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബെൻഡ് ചെയ്യേണ്ടതുണ്ട്. ബെൻഡ് ചെയ്യുന്നതിനായി എഡിറ്റ് പാത്ത് ബൈ നോഡ് ഉപയോഗപ്പെടുത്താം. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ സെലക്ട് ചെയ്ത് ഈ ലൈനിൻ്റെ ഏകദേശം ഒരു പകുതി എത്തുന്നതിന് മുമ്പേ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതേപോലെ ചുവടെ അല്പം ഇടതുവശത്തേക്കും ഡ്രാഗ് ചെയ്തുകൊണ്ട് ആ സ്റ്റെമ്മ് നമുക്ക് തയ്യാറാക്കാം. ഇവിടെ സ്റ്റെമ്മ് വളരെ നേരിയ തോതിൽ, വളരെ തിന്നായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ തിക്നെസ് കൂട്ടുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടിയാൽ മതി. സ്ട്രോക്ക് വിഡ്ത്ത് കൂട്ടുന്നതിനായി ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇവിടെ സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈൽ എന്ന് 2 ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് അല്പം കൂടി കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റെം നാം തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ ഈ സ്റ്റെമ്മിനോട് ചേർത്ത് ഇലകൾ വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഇലകൾ വരച്ച് ചേർക്കുന്നതിനായി ഇലകൾ ആദ്യമായി നാം തയ്യാറാക്കേണ്ടതുണ്ട്. ഇലകൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് 2 സർക്കിൾ നാം വരച്ച് ചേർക്കുക. സർക്കിളിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി വരച്ചിരിക്കുന്ന ഇമേജിന് മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ്, ഈ രീതിയിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് മറ്റൊരു കളർ കൊടുക്കാം. അതിനുശേഷം ഈ 2 വൃത്തങ്ങളും
ഈ രീതിയിൽ ചേർത്ത് വെക്കുക. ഈ രണ്ട് വൃത്തങ്ങളും കൂടിച്ചേരുന്ന ഭാഗമാണ് നമുക്ക് ആവശ്യം. അതൊരു ഇലയുടെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് വൃത്തത്തിൻ്റെയും ഭാഗങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം മാത്രം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് വൃത്തങ്ങളും സെലക്ട് ചെയ്തതിന് ശേഷം മെനു ബാറിലെ പാത്ത് ഓപ്ഷനിലെ ഇന്റർസെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇലയുടെ രൂപത്തിൽ നമുക്കൊരു ഷേപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്രീൻ കളർ നൽകാം. അടുത്തതായി ഈ സ്റ്റെമ്മിലേക്ക് ഈ ലീഫ് ചേർക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം ഈ ലീഫ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ട് ചെയ്ത് ഒരു തവണയും കൂടി ഷേപ്പിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സൗകര്യം ഉണ്ടാവും. അത് ഉപയോഗപ്പെടുത്തി നമുക്കിത് മെല്ലെ റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം അല്പം കൂടി എണ്ണം 4-5 ഇലകൾ കൂടി നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനായി നേരത്തെ ചെയ്ത പോലെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയോ എഡിറ്റ് ഓപ്ഷനിലെ ഡ്യൂപ്ലിക്കേറ്റ് അതല്ലെങ്കിൽ Ctrl+D പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് ഇലയുടെ ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കാൻ സാധിക്കും. Ctrl+C Ctrl+V എന്ന ഷോർട്ട് കട്ട് ഉപയോഗപ്പെടുത്തിയും നമുക്ക് ഈ രീതിയിൽ ഇലകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഇലകൾ സ്റ്റെമ്മിനോട് ചേർത്ത് വെക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അതിനായി ഓരോ ലീഫും സെലക്ട് ചെയ്ത് ഈ രീതിയിൽ ആവശ്യമായ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റെമ്മിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. ചിലപ്പോൾ ഈ ഇലകൾ സ്റ്റെമ്മിനോട് ചേർത്ത് വെക്കുമ്പോൾ സ്റ്റെമ്മിനോട് ഒട്ടിച്ചേർന്ന് പോകുന്നതായിട്ട് സംഭവിക്കാറുണ്ട്. ഈ രീതിയിൽ വരികയാണെങ്കിൽ വലത് ഭാഗത്തുള്ള ടോഗിൾ സ്നാപ്പിംഗ് ടു നോട്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് സ്റ്റെമ്മിനോട് ഒട്ടിച്ചേരാത്ത വിധത്തിൽ ചെറിയ ഒരു ഗ്യാപ്പോട് കൂടി അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ഇലകൾ സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. ഇലകളും സ്റ്റെമ്മും ഉൾപ്പെടെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇലയോട് കൂടിയ ചില്ല നാം തയ്യാറാക്കി കഴിഞ്ഞു. അടുത്തതായി ഈ ഡോവ് അല്ലെങ്കിൽ ഈ പ്രാവിനെ, വൈറ്റ് കളറിലുള്ള പ്രാവിനെ ഈ പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. 10ാം ക്ലാസ്സിലെ സ്കൂൾ റിസോഴ്സിൽ ഓൾറെഡി ഈ പ്രാവിൻ്റെ ചിത്രം നമുക്ക് ലഭ്യമാണ്. അത് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനായി
ഫയൽ, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഹോമിലെ സ്കൂൾ റിസോഴ്സസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലാസ് 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് dov.svg എന്ന ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തുറന്നു വരുന്ന ഈ വിൻഡോയിൽ ഓക്കെ നൽകുക. ഇപ്പോൾ നമുക്ക് ഒരു പ്രാവിൻ്റെ ചിത്രം ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പ്രാവിൻ്റെ നിറം ബ്ലാക്ക് ആണ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നിറം നമുക്ക് വൈറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷനിലെ സ്ട്രോക്ക് പെയിന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് വൈറ്റ് കളർ തിരഞ്ഞെടുക്കുക. ഈ രീതിയിൽ നമുക്ക് പ്രാവിൻ്റെ നിറം സ്ട്രോക്ക് കളർ വൈറ്റ് ആക്കി നൽകി മാറ്റാം. പ്രാവിനെ സെലക്ട് ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന കളർ പാലറ്റിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് വൈറ്റ് കളറാക്കി മാറ്റാം. നേരിട്ട് വൈറ്റ് കളർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിത്രത്തിൻ്റെ ഉൾഭാഗം അഥവാ ഇത് ഫില്ലാവുകയാണ് ചെയ്യുക. മറിച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് കളറാണ് മാറുക എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതിനുശേഷം ഇതിൻ്റെ കണ്ണിൻ്റെ കളറ് വൈറ്റ് കളറാണ്. ഇവിടെ ബ്ലാക്ക് കളറിലാണ് നാം കാണുന്നത്. ഇതിൻ്റെ കളറ്, കണ്ണിൻ്റെ കളറ് വൈറ്റ് ആക്കുന്നതിന് വേണ്ടി കണ്ണ് സെലക്ട് ചെയ്യുക. കണ്ണ് മാത്രം സെലക്ട് ചെയ്യാൻ പ്രയാസമുണ്ടാകും. കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കണ്ണ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് കണ്ണ് മാത്രം സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇമേജുകൾ മുഴുവനായിട്ടാണ് സെലക്ട് ആവുക. ഇവിടെ കണ്ണിൻ്റെ കളറ് വൈറ്റ് ആണ്. സ്ട്രോക്ക് ഓൾറെഡി വൈറ്റ് ആണ്. ഇവിടെ ഫിൽ കളറാണ് നമുക്ക് വൈറ്റ് ആയിട്ട് നൽകേണ്ടത്. ഫിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളർ പാലറ്റിൽ വൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ണിൻ്റെ കളറ് വൈറ്റ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ചിത്രത്തിൽ ഡോവ് വലതു ഭാഗത്തോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആ രീതിയിൽ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനായി ഡോവ് സെലക്ട് ചെയ്ത് ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രാവിനെ നമുക്ക് വലതു ഭാഗത്തേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഇലയോട് കൂടിയ ചില്ല നമുക്ക് ഈ പ്രാവിൻ്റെ ചുണ്ടിനോട് ചേർത്ത് വെക്കാം. ഈ സ്റ്റെമ്മ് ഗ്രീൻ കളറിലാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ചിത്രത്തിൽ നാം തയ്യാറാക്കിയ ചിത്രത്തിൽ സ്റ്റെമ്മിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അത് മാറ്റി നാം ഗ്രീൻ കളറാക്കി മാറ്റേണ്ടതുണ്ട്. ഗ്രൂപ്പ് ചെയ്തതുകൊണ്ട് നേരിട്ട് നമുക്കിതിൻ്റെ കളറ് ഗ്രീൻ കളറിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒബ്ജക്റ്റിലെ അൺഗ്രൂപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം സ്റ്റെമ്മ് മാത്രം സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഗ്രീൻ കളർ നമുക്ക് നൽകാം. അതിനുശേഷം നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇലയോട് കൂടിയ ചില്ല തയ്യാറായി കഴിഞ്ഞു.
വെള്ള നിറത്തിലുള്ള പ്രാവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 6 വൃത്തങ്ങൾ ഒന്നിന് മുകളിലായി അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി വൃത്തങ്ങൾ തയ്യാറാക്കാം. സർക്കിൾ സെലക്ട് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് നൽകി. ഏറ്റവും ചുവടെയുള്ള വൃത്തത്തിന് നമുക്ക് ലൈറ്റ് റെഡ് കളർ നൽകാം. അതിനുശേഷം ഡാർക്ക് കളറുകൾ നൽകിക്കൊണ്ട് പുതിയ വൃത്തങ്ങൾ തയ്യാറാക്കി ഒന്നിന് മുകളിലായി അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ വൃത്തത്തിൻ്റെ സ്ട്രോക്ക് കളറ് ഗ്രീനാണ്. ഇവിടെ സ്ട്രോക്ക് നമുക്ക് വേണ്ട. അതിനാൽ സ്ട്രോക്ക് പെയിൻറ് ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് വേണ്ട, നോ പെയിൻറ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് ഒഴിവാക്കുക. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ്, പുതിയ വൃത്തത്തിനായി ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ വൃത്തം തയ്യാറാക്കാം. ഓരോ വൃത്തത്തിനും ചെറിയ നിറമാറ്റത്തോടു കൂടി കളർ പാലറ്റിൽ നിന്ന് നിറങ്ങൾ സെലക്ട് ചെയ്യാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. 5 വൃത്തങ്ങൾ നാം തയ്യാറാക്കി കഴിഞ്ഞ് ഒരു വൃത്തം കൂടി നമുക്ക് തയ്യാറാക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് 6 വൃത്തങ്ങളാണ്. അതിനുശേഷം എല്ലാ വൃത്തങ്ങളും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് നൽകുക. ഇപ്പോൾ ഈ ഇമേജുകൾ ഒരൊറ്റ ചിത്രമായി മാറിയിട്ടുണ്ട്. അതിനുശേഷം ഡോവ് ഇവിടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഡോവ് നേരത്തെ തയ്യാറാക്കിയ വൃത്തത്തിന് പിൻഭാഗത്താണ്. അതിനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒബ്ജക്റ്റിലെ റൈസ് അതല്ലെങ്കിൽ കീബോർഡിലെ പേജ് അപ്പ് കീ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ചിത്രം ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ചിത്രം ഈ രീതിയിൽ നാം മാറ്റിയിട്ടുണ്ട്. ഇലകൾക്ക് അല്പം ഡാർക്ക് കളറാണ് നാം നൽകിയത്. ചിത്രത്തിൽ ലൈറ്റ് കളറാണ് നൽകിയിട്ടുള്ളത്. സൗകര്യത്തിനനുസരിച്ച് കളർ പാലറ്റിൽ നിന്ന് കളർ ഉപയോഗപ്പെടുത്തി നമുക്ക് ആ രീതിയിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ പ്രാവിൻ്റെ ചിത്രവും ഇലയോട് കൂടിയ ചില്ലയും വൃത്തങ്ങളും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാം തയ്യാറാക്കിയ ലോഗോ നമ്മുടെ പോസ്റ്ററിലേക്ക് സൗകര്യം പോലെ ഉൾപ്പെടുത്താം.